നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ മേൽനോട്ട സമിതി പരിശോധനയ്ക്കെത്തിയ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടഞ്ഞ പോലീസ്. ബോട്ടിൽ കയറുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതാണ് കേരള പോലീസ് തടഞ്ഞത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് എസ്ഐ പ്രതികരിച്ചു. തമിഴ്നാട്ടിലെ തേനി, മധുരൈ, ദിണ്ടിഗൽ, ശിവഗംഗൈ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിലെ ജലസ്രോതസ്സാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 2014 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിരീക്ഷിക്കാനും പരിപാലിക്കാനും സുപ്രീം കോടതി 3-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. തുടർന്ന് 2022 ഈ സമിതി 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2 സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. നിലവിൽ കേന്ദ്ര ജലവിഭവ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ രാകേഷാണ് സമിതിയുടെ അധ്യക്ഷൻ. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന, കാവേരി ടെക്നോളജി ഗ്രൂപ്പ് ചെയർമാൻ സുബ്രഹ്മണ്യം, കേരള ജലസേചന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അശോക് കുമാർ സിംഗ്, കേരള ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയർ പ്രിയേഷ് എന്നിവരാണ് തമിഴ്നാടിന്റെ പ്രതിനിധികൾ. കഴിഞ്ഞ മാർച്ച് 27-നാണ് സംഘം പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും. നിലവിലുള്ള അണക്കെട്ട് നിലനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി സമിതിയെ ബോധ്യപ്പെടുത്താനാകും കേരളത്തിന്റെ ശ്രമം. ഇതിനെതിരെ തമിഴ്നാട് പ്രതിനിധികൾ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാൻ പരിഗണിച്ചതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് കത്തയക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് ഈ നീക്കമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിൽ മുല്ലപ്പെരിയാറിന്റെ പുതിയ അണക്കെട്ടെന്ന ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പഠനം വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. അണക്കെട്ടിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും വള്ളക്കടവിൽ നിന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് വനമേഖലയിലൂടെയുള്ള റോഡിന്റെ അവസ്ഥയും സംഘം പരിശോധിക്കും. തുടർന്നായിരിക്കും സംഘം കുമളിയിൽ യോഗം ചേരുക. 2018 പുതിയ അണക്കെട്ടിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള പരിഗണനാ വിഷയമായി കേരള സർക്കാർ അനുമതി നേടാൻ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഏത് നടപടിക്കും കോടതിയുടെ അനുമതി വേണമെന്നാണ് ഉത്തരവ്. അതിനാൽ കേരളത്തിന്റെ പുതിയ നടപടി സുപ്രീം കോടതി ഉത്തരവിനെ അവഹേളിക്കുന്നതാണെന്നും സ്റ്റാലിൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാറിൽ ഡാം നിർമ്മിക്കാനുള്ള വിശദ പദ്ധതി രേഖ 1 മാസത്തിനകം പൂർത്തിയാക്കാനാണ് കേരളം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ ഡാം നിർമ്മിക്കാൻ 7 വർഷം വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം. അടിയന്തര ആവശ്യമാണെങ്കിൽ 5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. മുല്ലപ്പെരിയാർ ഡാമിന്റെ 366 മീറ്റർ താഴെയായാണ് കേരളം പുതിയ ഡാമിനെ കണ്ടെത്തിയ സ്ഥലം. പരിസ്ഥിതി ആഘാത പഠനം, വനം, വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവ ലഭിക്കേണ്ടതുണ്ട്. പുതിയ ഡാമിന് DPR തയ്യാറാക്കുന്നത് 2ാം തവണയാണ്. 2011 തയ്യാറാക്കിയപ്പോൾ 600 കോടി രൂപ ചെലവാണ് കണക്കാക്കിയിരുന്നത്. അതിനിടെ പുതിയ ഡാം അസാധ്യമായ ഒന്നാണ് എന്ന് പറയുകയാണ് പള്ളിവാസൽ പദ്ധതിയുടെ പ്രോജക്ട് എഞ്ചിനീയറായ ജേക്കബ് ജോസ്. പുതിയ ഡാമിന്റെ നീളം 1800 അടിയാണ്. പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ 50 അടി ഉയരം കൂടുതലുണ്ട്. അതായത് 226 അടി ഉയരം വേണം. പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് വനം വകുപ്പിന്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട്. 2024 എസ്റ്റിമേറ്റ് അനുസരിച്ച് 1300 കോടി രൂപയാണ് അണക്കെട്ട് നിർമ്മാണത്തിനായി വേണ്ടിവരിക. പഴയ അണക്കെട്ടിന് താഴെയാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബലമുള്ള പാറ നിരത്തിക്കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ. എല്ലാവരും പറയുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നതെങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് പൊട്ടും. ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ 1-5 വരെയുള്ള സ്കെയിലിൽ 3-ാം നമ്പറിൽ പെടുന്ന സ്ഥലമാണ്. അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയതൊന്നും പണിയാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം ഇടുക്കി റിസർവോയറിലേക്കാണ് വരിക. വരുന്ന ഭാഗത്തായി വശങ്ങളിൽ നാശനഷ്ടമുണ്ടാകുമെന്നത് തീർച്ചയാണ്. 5000-ൽ താഴെ ആളുകളെ അത് ബാധിക്കും. ജീവഹാനി ഉണ്ടായേക്കാം. സ്വത്തിന് നാശനഷ്ടമുണ്ടാകാം. അവിടുത്തെ ടോപ്പോഗ്രഫി നോക്കിയാൽ അറിയാം, വെള്ളം പരന്നു ഒഴുകില്ല. 2 മലകൾക്കിടയിലൂടെ ഇടുക്കി ജലാശയത്തിൽ വന്നു ചേരുകയുള്ളൂ. 15 TMC ഇടുക്കി റിസർവോയറിൽ എത്തിയാൽ ഒരു ചെറുവിരൽ കൊണ്ട് അമർത്തുന്ന സമ്മർദ്ദം പോലും അതിന് ചെലുത്താൻ സാധിക്കില്ല. ആ ജലാശയത്തിലേക്ക് അത് ചേരും. ഏത് സാഹചര്യത്തിൽ പൊട്ടിയാലും ഇടുക്കിക്ക് താഴേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകില്ല. മാക്സിമം ജലനിരപ്പിൽ നിന്ന് 5 അടി കുഷ്യൻ ഇടുക്കി ഡാമിന് മുകളിലേക്ക് ഉണ്ട്. അതുകൊണ്ട് മുല്ലപ്പെരിയാറിലെ വെള്ളം അതിൽ വന്ന് ശാന്തമായി യോജിക്കും. തീർച്ചയായും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള 20 കിലോമീറ്റർ വശത്ത് നാശനഷ്ടമുണ്ടാകും. അതിനുള്ള പ്രതിരോധമാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് എന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.